നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI. ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI അറിയിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ കോടതി അടുത്ത വ്യാഴാഴ്ച വിശദവാദം കേൾക്കും. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 16 പൈസയാണ് കൂട്ടിയത്. വൈദ്യുതി നിരക്കിൽ വർധനവില്ലാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന KSEBയുടെ ശുപാർശ പ്രകാരമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. നിലവിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചാണ് യൂണിറ്റിന് 37 പൈസ കൂട്ടാൻ KSEB ശുപാർശ ചെയ്തത്. എന്നാൽ 16 പൈസ മാത്രമേ നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നത് ആശ്വാസകരമാണ്. അടുത്ത വർഷം 12 പൈസ കൂടും. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. വയനാട് മുണ്ടക്കയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച ഹൈക്കോടതി. ദുരിതാശ്വാസ പുനരധിവാസ പാക്കേജിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിശദമായ കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ നാളെ നേരിട്ട് ഹാജരായി കണക്കുകൾ ബോധിപ്പിക്കണം. അതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്ന നിലപാട് തുടർന്ന് കേന്ദ്രം. രാജ്യസഭയിൽ കോൺഗ്രസ് MP മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻകർ. വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പാർലമെന്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് പണം കണ്ടെടുത്തത്. അതേസമയം അന്വേഷണത്തെ സ്വാഗതം ചെയ്ത അഭിഷേക് സിംഗ്വി ആരോപണം നിഷേധിച്ചു. സംഭവം ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. വിഷയത്തിൽ നിയമപരമായ അന്വേഷണം നടക്കുമെന്ന് സഭയുടെ ചെയർമാൻ അറിയിച്ചു. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഡൽഹിയിലെത്തിയ സന്ദീപ് വാര്യർ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഏതു പദവി തന്നാലും സ്വീകരിക്കുമെന്നും സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ടതിനാൽ തീരുമാനം വൈകരുതെന്നും സന്ദീപ് നേതാക്കളെ അറിയിച്ചു. ഗുരുതര വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിന്റെ ചികിത്സയിൽ സർക്കാർ അനാസ്ഥയെന്ന് കുടുംബം. കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് നീതിയോ പരിഗണനയോ ലഭിക്കുന്നില്ല. കുഞ്ഞിന് നിലവിൽ തലച്ചോറിനും ഹൃദയത്തിനും പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞിന്റെ തുടർ ചികിത്സയിൽ ഇതുവരെ തീരുമാനമായില്ലെന്നും തീരുമാനം വൈകിയാൽ സമരം തുടങ്ങുമെന്നും പിതാവ് അനീഷ് പറഞ്ഞു. നടൻ ദിലീപ് ശബരിമലയിൽ VIP പരിഗണനയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. വിഷയം ചെറുതായി കാണാനാവില്ലെന്നും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്നും ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ദർശനം ലഭിക്കാത്തവർ ആരോട് സമാധാനം പറയും? പോലീസിന് ഇതല്ലാതെ മറ്റൊരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്നും കോടതി ചോദിച്ചു. നടൻ ദിലീപ് ഇന്നലെയാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ദിലീപിനെ ഹർജിയിൽ കക്ഷി ചേർക്കും. സംഭവത്തിൽ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നൽകണമെന്നും കോടതി അറിയിച്ചു. ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായ നടൻ സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിൽ പ്രതി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പോലീസ് ആരോപിച്ചു. പ്രതിയെ ഹാജരാക്കിയ ശേഷം പോലീസ് കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിലാണ് ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കേണ്ടി വരുമെന്നും പോലീസ് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചിൽ കർഷകർക്ക് നേരെ പോലീസുകാർ കണ്ണീർ വാതക പ്രയോഗം നടത്തി. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ബാരിക്കേഡുകൾ തകർത്തു. പഞ്ചാബിൽ നിന്നാണ് കർഷകർ ഡൽഹിയിലെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. മിനിമം താങ്ങുവില ഏർപ്പെടുത്തുക, കർഷക കടങ്ങൾ എഴുതി തള്ളുക തുടങ്ങി 12 ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരെ മർദ്ദിച്ചതിൽ തലസ്ഥാനത്ത് KSU പ്രതിഷേധം. ഇനിയൊരു സിദ്ധാർത്ഥനോ ഇടിമുറിയോ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് KSU പ്രവർത്തകർ. ഇടിമുറികളുടെ അവസാനം കണ്ടിട്ട് KSU പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ, അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമെന്നും പ്രവർത്തകർ അറിയിച്ചു. ഓസ്ട്രേലിയക്കെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. അഡ്ലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ വെറും 180 റൺസിന് പുറത്തായി. 42 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടോപ്പ് സ്കോറർ. KL രാഹുൽ 37ഉം ഗിൽ 31 റൺസ് എടുത്തു. 48 റൺസിന് 6 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യയെ തകർത്തത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 84 എന്ന നിലയിലാണ്.